ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ദിവസങ്ങളിൽ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹപ്രദമായി തീരുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, നിങ്ങൾക്ക് ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം എത്രത്തോളമാണ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീർന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാൻ വളരെ താല്പര്യമുണ്ട്. ദയവായി SMS ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ നേരിട്ട് കത്തുകളായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു ഓഡിയോ മെസ്സേജ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഒക്കെ അയച്ചു തരുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് സ്നേഹപുരസരം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ സ്പോൺസേഴ്സ്, നമുക്ക് കീ സ്പോൺസേഴ്സ് ആണെന്നുള്ളത് UAE നിന്നൊരു വെൽവിഷനാണ്. താങ്ക് യു. ഇന്ന് മാതാവ് അന്നമ്മ മാർക്കോസിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ അന്നമ്മ മാർക്കോസ് ആൻറ്റി ആണെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മാതാവിന് ദൈവികമായ ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിവാഹം ദൈവഹിതപ്രകാരം നടക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴികൾ വാതിലുകൾ തുറന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. അടുത്തത് എറണാകുളത്ത് നിന്ന് ഡോക്ടർ രാജാണ്. താങ്ക് യു ബ്രദർ രാജ്. ഇന്ന് മകൾ റെബേക്ക രാജ് മാത്യുവിൻ്റെ ജന്മദിനമാണ്. വാവ്, ഹാപ്പി ബർത്ത്ഡേ റെബേക്ക മോളെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ജനുവരി 24 രണ്ടാമത്തെ മകൾ റേബ രാജ് മാത്യുവിൻ്റെ ജന്മദിനമാണ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ റേബ മാത്യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹങ്ങൾ കർത്താവ് ധാരാളമായി ചൊരിയട്ടെ. കർത്താവ് രണ്ട് മക്കളും ദൈവകൃപയിലും ദൈവിക സ്നേഹത്തിലും ദൈവിക അനുഗ്രഹത്തിലും വളർന്നു വരുവാൻ, അവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ, അതുപോലെ വീടിൻ്റെ മേലുള്ള ലീഗൽ പ്രശ്നങ്ങളെല്ലാം മാറി സ്വർഗത്തിലെ കർത്താവിൻ്റെ തീർപ്പ് അതിന്മേലുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇടയ്ക്കൊന്ന് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. ലൈവ് ചാറ്റിലിടുകയോ കമൻറ്റ് ബോക്സിലിടുകയോ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് നേരിട്ട് കാണാം. അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പല രാജ്യങ്ങളിലാണ്. ദൈവം അനുവദിക്കുന്ന പോലെ ഈ വർഷം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്തും. തീർച്ചയായിട്ടും നിങ്ങൾ വരണം, വന്ന് പരിചയപ്പെടണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വർഷം ഒരു അൺഷേക്കബിൾ ലൈഫ്, തകർന്നു പോകാത്ത, ഇളകിപ്പോകാത്ത, പതറിപ്പോകാത്ത, ചഞ്ചലിക്കേണ്ടി വരാത്ത, സുസ്ഥിരമായ, സ്റ്റേബിളായ, ഉറപ്പുള്ള നല്ലൊരു ലൈഫ് കെട്ടിപ്പണിയാൻ ഉള്ള കൃപ നമ്മുടെ മേൽ വരേണ്ടതിന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചില ടീച്ചിങ്സാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അതിൽ ഒരു വചനം നമ്മൾ ആദ്യം വായിച്ചത് ഇതായിരുന്നു. 1 പത്രോസ് 2:6 അവിടെ പറയുന്നത്, ഐ ലേ എ സ്റ്റോൺ ഇൻ സയൻ, എ ചോസൻ ആൻഡ് പ്രഷ്യസ് കോർണർസ്റ്റോൺ. ഞാൻ സിയോനിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട, വിലയേറിയ, വിലപ്പെട്ട ഒരു മൂലക്കല്ല് ഇടുകയാണ്. പിതാവായ ദൈവം പറയുക, and the one who trusts in him will never be put to shame. അവനിൽ വിശ്വസിക്കുന്ന, അവനിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിച്ചു പോകില്ല. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. അതിനുശേഷം 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ 10 മുതൽ 17 വരെയുള്ള വചനങ്ങളെടുത്ത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. പൗലോസ് ഈ മൂലക്കല്ലിൻ്റെ കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. അടിസ്ഥാനത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. പൗലോസ് പറയുന്നത്, ഞാൻ ജ്ഞാനമുള്ളൊരു ശില്പിയായി, മുഖ്യശില്പിയായി ഞാനിതാ ഒരു അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഇനി മറ്റുള്ളവർ ആ അടിസ്ഥാനത്തിൻ്റെ മേൽ വളരെ ശ്രദ്ധിച്ച് വേണം പണിയാൻ. ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ ഒരാളും ഞാനിട്ട ഫൗണ്ടേഷൻ മാറ്റരുത്, അടിസ്ഥാനം മാറ്റരുത്. അവിടെ തന്നെ പൗലോസ് പറയുന്ന ആ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. ഒരാൾക്കത് മാറ്റാൻ സാധ്യം, കാരണം പിതാവാണ് ഇട്ടത്, യുഗങ്ങൾക്ക് മുമ്പാണ് ഇട്ടത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഞാനത് ഇട്ടെന്നേ ഉള്ളൂ. എങ്ങനെ? സുവിശേഷം പറയുന്നതിലൂടെ. ക്രിസ്തുവിനെക്കുറിച്ച് കൊറിന്തിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ, ഗലാത്യയിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ, എഫെസോസിൽ പ്രസംഗിച്ചപ്പോൾ, താൻ എവിടെയെല്ലാം പോയി അവിടെയെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഒത്തിരി പേർ ക്രിസ്തുവിനെ സ്വീകരിച്ചു. ദാറ്റ് വാസ് ദ ഫൗണ്ടേഷൻ ലേയിങ്.
അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി ക്രിസ്തുവിനെ ഇട്ടു. ഇനി അതിന് മുകളിലേക്കാണ് ഈ സ്ട്രക്ചർ കെട്ടിപ്പൊക്കേണ്ടത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു വന്നിട്ട് പിന്നെ അത് ദേവാലയം പണിയുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. ദേവാലയം പണിയെന്ന് മാത്രമല്ല, എല്ലാവരും ശ്രദ്ധിച്ച് പണിയണം, ഏത് മെറ്റീരിയൽ കൊണ്ട് പണിയണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഒരു ടെസ്റ്റ് വരുന്നുണ്ട്. ഒരു ദിവസം ഈ കെട്ടിടം പണി, എല്ലാവരും പണിയുന്ന പണി ഒരു ദിവസം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ടെസ്റ്റ് ചെയ്യുന്നത് വെറുതെ ഒരു ചുറ്റിയെടുത്ത് ഇങ്ങനെ മുട്ടി നോക്കുകയെന്നല്ല ചെയ്യുന്നത്, തീയിടും. തീയിലൂടെ ഈ എല്ലാ ബിൽഡിങ്ങും കടത്തിവിടും. അപ്പം അതിൽ തീയിൽ ഒരു പിടി ചാരമായി കൊളാപ്സ് ചെയ്യാൻ, നശിച്ചു പോകാത്ത എല്ലാം നിലനിൽക്കും. അവർക്ക് ഒരു വലിയ റിവാർഡ് കിട്ടും. ദാറ്റ് വിൽ ബി ആൻ ഇറ്റേണൽ റിവാർഡ്. എന്നേക്ക് നിലനിൽക്കുന്നൊരു നിത്യമായ പ്രതിഫലം അവർക്ക് കിട്ടും. എന്നിട്ട് എന്നാൽ കത്തിപ്പോകുന്നവർക്കൊരു വലിയ നഷ്ടം വരും. ആള് രക്ഷപ്പെടും, ഈ കെട്ടിടത്തോടൊപ്പം ആള് കത്തിപ്പോവില്ല. കാരണം അടിസ്ഥാനം നശിക്കാത്തത് കൊണ്ട് ആള് രക്ഷപ്പെടും. പക്ഷേ കെട്ടിടം മൊത്തം, മെറ്റീരിയൽ മൊത്തം കത്തിപ്പോവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇനി ഞാൻ ഇന്ന് പ്രധാനമായും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയലാണ്. അടിസ്ഥാനം പ്രഷ്യസ് സ്റ്റോണാണ്, ചോസൻ സ്റ്റോണാണ്, പ്രൂവനാണ്, ടെസ്റ്റഡാണ്. അടിസ്ഥാനത്തിന് ഇനി യാതൊരു മാറ്റവും ഇല്ല, ഒരിക്കലും നശിക്കാനും പോകുന്നില്ല, ഇളകാനും പോകുന്നില്ല. എന്നാൽ അതിന് മുകളിലേക്കുള്ള പണിയിൽ 6 വിധത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുവാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ്? ഗോൾഡ്, സിൽവർ, കോസ്റ്റ്ലി സ്റ്റോൺസ്, വുഡ്, ഹേ, സ്ട്രോ. മലയാളത്തിൽ പറയുവാണെങ്കിൽ സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. 6 സാമഗ്രികൾ ഉപയോഗിക്കും. കെട്ടിട നിർമ്മാണ സാമഗ്രികൾ 6. ഇതിനെ നമുക്ക് 2ആയി ഗ്രൂപ്പ് ചെയ്യാം. ആദ്യത്തെ 3 ഒരു ഗ്രൂപ്പ്, രണ്ടാമത്തെ 3 മറ്റൊരു ഗ്രൂപ്പ്. ആദ്യത്തെ 3 ഏതൊക്കെയാണെന്ന് പറയാമോ? ലൈവ് ചാറ്റിലൊന്ന് ഇടാമോ? ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ട്. സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്, ഗോൾഡ്, സിൽവർ, കോസ്റ്റ്ലി സ്റ്റോൺസ്. ഇതാണ് 3. ആദ്യത്തെ 3. രണ്ടാമത്തേതൊന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും ഇടാമോ? ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 1 മെറ്റീരിയൽസ് കണ്ടു. ഗ്രൂപ്പ് 2 മെറ്റീരിയൽസ് വുഡ്, ഹേ, സ്ട്രോ. ഇതൊക്കെയാണ് മരം, പുല്ല്, വൈക്കോൽ. ഇങ്ങനെ 3. ഇതിൻ്റെ ഡിഫറൻസസ് ഒന്ന് ആദ്യം ഒന്ന് ചിന്തിക്കാമോ? ആർക്കെങ്കിലും പറയാമോ? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തീർച്ചയായിട്ടും ഒന്നാമത്തേതിന് മൊത്തം വില കൂടുതലാണ്, രണ്ടാമത്തേതിന് വില കുറവാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാം, സ്വർണം കൊണ്ട് കെട്ടിടം പണിയാൻ പറ്റുമോ? ബ്രദറെ, എന്തായി പറയുന്നേ? വെള്ളി കൊണ്ട് കെട്ടിടം പണിയാൻ പറ്റുമോ? വിലയേറിയ കല്ലുകൊണ്ട്. എല്ലാവരും ഇഷ്ടിക, സിമന്റ് ബ്രിക്സ്, ഇതൊക്കെ കൊണ്ടല്ലേ പണിയുന്നത്. ഇതാർക്ക് പറ്റും? എന്നാ കേട്ടോ, പണി നിലനിൽക്കണമെങ്കിൽ വില പിടിച്ച നിലനിൽക്കുന്നത് കൊണ്ടേ പണിയാവൂ. ഒരു കാര്യം അറിയാമോ? സോളമൻ ദേവാലയം പണിത സമയത്ത് ആദ്യത്തെ 3 ഉപയോഗിച്ചത്. ഓക്കെ, സ്വർണം, വെള്ളി, വില പിടിച്ച കല്ല്, ഇതുകൊണ്ടാണ് സോളമൻ കെട്ടിടം പണിത്, ദേവാലയം പണിത്. ദേവാലയ നിർമ്മിതിയെക്കുറിച്ചാണ് മൊത്തം പറഞ്ഞു വരുന്നത്. പുതിയ നിയമത്തിലെ ദേവാലയം സഞ്ചരിക്കുന്ന ദേവാലയങ്ങളാണ്. ആദ്യത്തെ ദേവാലയത്തെ പോലെ തന്നെ, ടാബർനാക്കിൾ, സമാഗമന കൂടാരം പോലെ തന്നെ നമ്മളാണ് ആ ദേവാലയങ്ങളെന്നും പറഞ്ഞു. എന്നാൽ അതിൽ ആ പണി നടക്കുമ്പോൾ സ്പിരിച്വൽ സെൻസിലാണ് നമ്മൾ ഇതിനെ എടുക്കേണ്ടത്. എങ്കിലും വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഭൗതികമായ മെറ്റീരിയലുകൾ തമ്മിലുള്ള സാമ്യമായിട്ട് ഞാനത് പ്രസൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത് എന്താ പറഞ്ഞത്? ആദ്യത്തെ കാറ്റഗറി സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്, വളരെ വില പിടിച്ചതാണ്. രണ്ടാമത്തെ കാറ്റഗറി മരം, പുല്ല്, വൈക്കോൽ. ഇത് 3 മറ്റേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചീപ്പാണ്, വില കുറഞ്ഞതാണ്. ആദ്യത്തേത് സ്മോൾ ക്വാണ്ടിറ്റീസിലേക്ക് കിട്ടും, രണ്ടാമത്തേത് ലാർജ് ക്വാണ്ടിറ്റീസിൽ കിട്ടും. കുറച്ച് കാശുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വൈക്കോലാണ് വരുത്തുന്നതെന്നിരിക്കട്ടെ, ചെറിയ കാശിന് ട്രക്ക് ലോഡ് കണക്കിന് വൈക്കോൽ ഇറക്കാം. പുല്ല് കൊണ്ടാണെങ്കിൽ ചെറിയ നിസ്സാര പൈസക്ക് എത്ര പുല്ല് വേണം? പല സ്ഥലത്തും ഫ്രീ ആയിട്ട് കിട്ടും അല്ലേ?
എത്ര വേണേലും കിട്ടും. മരം മറ്റേതിനേക്കാൾ കോസ്റ്റ്ലി ആണെങ്കിലും പലരുടെയും കോമ്പൗണ്ടിൽ മരമുണ്ട്, പല സ്ഥലത്തു നിന്ന് വെട്ടിയെടുക്കാൻ സാധിക്കും. ചില തടിക്ക് വില കൂടുതലാണുമായിരിക്കും, എങ്കിലും കമ്പാരിറ്റീവ്ലി സ്വർണം, വെള്ളി, വിലയേറിയ കല്ലുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇതിന് വിലയില്ലെന്ന് പറയാം. അത്രേ ഉള്ളൂ. ഓൾറൈറ്റ്, വേറൊരു പ്രത്യേകത അറിയാമോ? ആദ്യത്തെ കാറ്റഗറി മുഴുവൻ ഭൂമിയുടെ അടിയിലാണ്, രണ്ടാമത്തേത് മുഴുവൻ ഭൂമിയുടെ മുകളിലാണ്. സ്വർണം, വെള്ളി, വിലയേറിയ കല്ല് ഇതെല്ലാം ഭൂമിയുടെ അടിയിലോട്ടാണ്, പെട്ടെന്ന് കാണില്ല. ഞാൻ ഇവിടെ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന വഴി, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയി ജോലിക്ക് പോയി തിരിച്ചു വരുന്ന വഴി സ്വർണം വഴിയിലൊക്കെ കിടക്കുന്നത് കാണാറുണ്ട്. കല്ല് കാണും, സ്വർണം കാണാറുണ്ട്, വൈക്കോല് കാണും, പുല്ല് കാണും, മരം കാണും. എവിടെയെങ്കിലും വഴിയരികിൽ സ്വർണം, 10 ഗ്രാം സ്വർണം കിടക്കുന്നു. പലരുടെ വല്ല ആഭരണങ്ങൾ താഴെ വീണ് കാണുന്നതല്ലാതെ, മിസ്പ്ലേസ് ചെയ്യുന്നതല്ലാതെ മണ്ണിലൊക്കെ സ്വർണം ആരെങ്കിലും കാണാറുണ്ടോ? നോ. അത് ഭൂമിയിൽ നിക്ഷിപ്തമാണ്, ഭൂമിക്കടിയിലാണ്. കണ്ണുകൊണ്ട് നോക്കിയാൽ സ്വർണത്തെ ആരും കാണുന്നില്ല. അത് ഈ സ്വർണമുള്ള മണ്ണ് മനസ്സിലാക്കി, അതിൻ്റെ ലാറ്ററേറ്റ് മനസ്സിലാക്കി, അതിൽ നിന്നും ടൺ കണക്കിന് അങ്ങനെയുള്ളത്, അതിൻ്റെ അതിൻ്റെ എന്താ പറയുക, അയിര് ഉള്ള ഭാഗങ്ങളെടുത്ത് അതിനെ അരിപ്പ കൊണ്ട് അരിച്ചരിച്ചരിച്ച് അതിൽ നിന്നെടുത്ത് അതിനെ റിഫൈൻ ചെയ്താണത് കിട്ടുന്നത്. അതിൻ്റെ പുറകിൽ അധ്വാനം വളരെ വലുതാണ്. വെള്ളി അതുപോലെ, വിലപ്പെട്ട കല്ല്, വിലയേറിയ കല്ല് അതുപോലെ. പോകുന്ന വഴിയിലൊക്കെ വിലപ്പെട്ട കല്ല് എവിടെയെങ്കിലും ഉണ്ട്. കരിങ്കല്ല് കാണും, ചെങ്കല്ല് കാണും, ഇഷ്ടികയുടെ കഷ്ണങ്ങൾ കാണും, ഓട്ട് കഷ്ണങ്ങൾ കാണും. പക്ഷെ ഇതൊന്നും നമുക്ക് കിട്ടുന്ന കാര്യമല്ല. അപ്പം ഇതെല്ലാം മണ്ണിന് അഥവാ മറഞ്ഞിരിക്കുന്നതാണ്, പെട്ടെന്ന് വെളിപ്പെടുന്നതല്ല. ഓക്കെ, അടുത്തൊരു വ്യത്യാസം, ആദ്യത്തെ കാറ്റഗറിയിലുള്ളതിനെ തീയിലിട്ടാൽ അത് കൂടുതൽ റിഫൈൻഡ് ആവും, ഒന്നുകൂടി ക്വാളിറ്റിയിൽ പുറത്തു വരും. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി, മരംപുല്ല്, വൈക്കോൽ ഇട്ട് കഴിഞ്ഞാൽ അത് മൊത്തം കത്തിപ്പോയി, ഒരല്പം ചാരം കിട്ടിയാലായി, അല്ലെങ്കിൽ കാറ്റെടുത്ത് അതും പോവും, ഒന്നുമില്ല ബാക്കി. വ്യത്യാസം മനസ്സിലായ 2 തരം പണികൾ. ഹലോ, ദിസ് ഈസ് അബൌട്ട് അവർ ലൈഫ്. ദിസ് ഈസ് അബൌട്ട് ബിൽഡിംഗ് ദ ടെമ്പിൾ. ദേവാലയം പണിതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തീയിലൂടെ കടത്തി വിടൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് അതിന് ഒത്തിരി മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില ടീച്ചിങ്സിലേക്ക് വരെ അത് പോയിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇതിൻ്റെ വ്യാഖ്യാനം ഞാൻ ആയിരുന്ന സ്ഥലത്ത് എനിക്ക് കിട്ടിയ ഐഡിയ ഇതാണ്. എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കും. ജീവിതത്തിന് ശേഷം ഈ മരിച്ചു കഴിയുമ്പോൾ തീയിലിടുന്നൊരു അനുഭവം ഉണ്ടാകും. അതിൻ്റെ പേരാണ് ശുദ്ധീകരണ സ്ഥലം. ഒരു പേർഗേറ്ററി പോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടും. അപ്പം അവിടെ കിടന്ന് ചിലപ്പോൾ നൂറ്റാണ്ടുകൾ കിടന്ന് കത്തി ശുദ്ധീകരണ സ്ഥലം എന്നതിനെ പറയുന്നത്. ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ സാക്ഷാൽ സ്വർഗത്തിലേക്കൊരു പ്രമോഷൻ കിട്ടും. ഞാൻ പഠിച്ചതാണ്, എന്നെ പഠിപ്പിച്ചതാണ്. പിൽക്കാലത്ത് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലായ, അയ്യോ, ഈ വചനത്തെ ബേസ് ചെയ്തുകൊണ്ടാണോ ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ടീച്ചിങ് ഉണ്ടായത്. ഞാൻ തലയിൽ കൈവച്ചിരുന്നു പോയി. ഇതിനെക്കുറിച്ചൊന്നുമല്ല വാസ്തവത്തിൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതൊന്നുകൂടി ഞാൻ വ്യാഖ്യാനിക്കുക, എന്നാൽ അതിനു മുമ്പ് ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഈ വ്യത്യാസങ്ങൾ നന്നായി മനസ്സിലാക്കുക. നമ്മുടെ പണി, ജീവിതത്തിൻ്റെ പണി, സ്വർണം, വെള്ളി, വിലയേറിയ കല്ല് തുടങ്ങിയ സാമഗ്രികൾ കൊണ്ടാണ് പണിയുന്നതെങ്കിൽ, വിലയുള്ള, ഒത്തിരി സുലഭമല്ലാത്ത, റെയറായിട്ടുള്ള ഈ മെറ്റീരിയൽ കൊണ്ടാണ് പണിയുന്നതെങ്കിൽ, തീയിലൂടെ പോകുമ്പോൾ അത് കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ട് റിഫൈൻഡായി പുറത്തു വരും. മറ്റേത് ചാരമായി പോകും. ചാരം ചിലപ്പോൾ കാറ്റെടുത്ത് പോയെന്നിരിക്കും. എന്നാൽ മരംപുല്ല്, വൈക്കോല് കൊണ്ട് പണിയുന്നത് നിസ്സാര സമയം കൊണ്ട് സാധനം പണിത് വീടിൻ്റെ ഡെഡിക്കേഷൻ, ഹൗസ് വാമിങ്ങൊക്കെ നടത്തി കയറി താമസിക്കാം. പെട്ടെന്ന് മാത്രമല്ല, ഭയങ്കരമായിട്ട് പണിയാം, വലുതായിട്ട് പണിയാം, എത്ര വേണേലും വലുപ്പത്തിൽ പണിയാം. പക്ഷെ കത്തിപ്പോവും. ഞാൻ ചോദിക്കട്ടെ, ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതകാലം കൊണ്ട് പണിതെടുക്കുന്ന നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആത്മീയ ജീവിതവും എല്ലാം
നിലനിൽക്കുകയുള്ളൂ. ഞാനിതിനെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് എനിക്കറിഞ്ഞൂടെ. അകത്തുണ്ട്, പക്ഷെ പുറത്തേക്ക് ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് പറയണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. വേണമെങ്കിൽ അതിന് ഇങ്ങനെയൊക്കെ പറയാം. മറ്റുള്ളവരെ കാണിക്കാൻ, പുറത്ത് കാണിക്കാൻ ആത്മീയത എനിക്ക് നടിക്കാൻ കഴിയും. ഭയങ്കരമായ സ്തോത്രവും അന്യഭാഷകളും പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ എത്ര വലിയ ഭക്തനായ മനുഷ്യൻ എന്ന് ആളുകൾ ചിന്തിക്കും. പക്ഷെ ശരിയായ ക്വാളിറ്റി അകത്തുണ്ടോ? ക്യാരക്ടറുണ്ടോ? പെർഫോമൻസ് ബേസ്ഡായി ജീവിക്കാതെ ദൈവം നോക്കുന്നത് ഹൃദയമാണ്, മുഖമല്ല, പുറമേ ഉള്ളതല്ല. പുറത്ത് കാണിക്കാൻ വേണ്ടി ഭക്തി നടിക്കാം. എന്നാൽ അകത്ത് രഹസ്യ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയുണ്ടോ? ഭക്തിയുണ്ടോ? ദൈവഭയമുണ്ടോ? ദൈവസ്നേഹമുണ്ടോ? ശരിയായ ദൈവവചന അടിസ്ഥാനത്തിലാണോ ഞാൻ എൻ്റെ ജീവിതത്തെ പണിയുന്നത്? ഇവിടെ ഈ സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്, ആദ്യത്തെ 3 മെറ്റീരിയലുകൾ കൊണ്ട് പണിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൽ, പറഞ്ഞേ, പരിശുദ്ധാത്മാവിൽ ദൈവവചനം അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തെ പണിയുക. 2 കാര്യം ഞാനിവിടെ മുന്നിൽ പറഞ്ഞു. ഒന്ന്, പരിശുദ്ധാത്മാവിൽ ദൈവവചന അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തെ പണിയുക. പെട്ടെന്ന് പണിത് പ്രകടനം കാഴ്ചവെക്കാൻ എല്ലാവർക്കും ഒരു ടെംപ്റ്റേഷൻ വരും. പക്ഷേ ദൈവവചനം എന്ത് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യാൻ എനിക്ക് സാധിക്കുമോ? മനുഷ്യരാരുമല്ല എന്നെ ന്യായം വിധിക്കാൻ പോകുന്നത്, ദൈവമാണ്. എബ്രായ ലേഖനം 9:27 പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ന്യായവിധി ഉണ്ട്. അതിലേക്ക് ഞാൻ വരാം. അടുത്തത്, എന്താണ് ഗ്രൂപ്പ് 2 മെറ്റീരിയൽസ് അഥവാ മരം, പുല്ല്, വൈക്കോൽ? വർക്ക് ഡൺ ഇൻ ദ ഫ്ലഷ്, എനിക്ക് തോന്നുന്നത് പോലെ, ഇൻ ഹ്യൂമൻ വേസ്, ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്, യൂസിങ് ഹ്യൂമൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫിലോസഫീസ്. മാനുഷികമായ രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നാടോടുമ്പോൾ നടുകോടണമെന്ന്. എല്ലാവരും ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിക്കുക. ഭക്തിയൊക്കെ കൊള്ളാം, വേദപുസ്തകമൊക്കെ പറയും, പക്ഷേ പ്രാക്ടിക്കലി നമുക്കിതൊക്കെ സാധിക്കുമോ ബ്രദറെ? അപ്പം നമ്മളെന്ത് ചെയ്യുക? മനുഷ്യരൊക്കെ കാര്യങ്ങളൊക്കെ പറ്റുന്ന രീതിയിൽ അങ്ങ് ജീവിക്കാത്ത പിന്നെ കാര്യമൊക്കെ ദൈവത്തിന് അറിയാമല്ലോ. നോ വേ. മത്തായി 24:35, ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ വചനങ്ങൾ മാറുന്നില്ല. ഒരു ഇറ്റേണൽ സ്റ്റാൻഡിംഗ് ഉള്ള ദൈവത്തിൻ്റെ വചനത്തിനാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു. തിരിച്ചു പറഞ്ഞാൽ ദൈവേഷ്ടം ചെയ്യാത്തവൻ എന്നേക്കും നിലനിൽക്കുന്നില്ല, അവന് നിലനിൽപ്പില്ല. മക്കളെ, ഇത് ചെറിയ കാര്യമല്ല, ഇത് വലിയ കാര്യമാണ്. ഇനി അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞോട്ടെ. ദൈവവചനം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കണം. വായിക്കുക എന്ന് പറയുന്നത് പഠിക്കണം. ദൈവവചനം തിന്നണം. അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണം അഥവാ ദൈവത്തിൻ്റെ വചനം രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മൈ ഗോഡ്. എങ്ങനെയും ജീവിതം കൊണ്ടുപോകരുത്. ഹലോ, എങ്ങനെയും ജീവിക്കരുത്. നമ്മൾ പാരമ്പര്യമായിട്ടൊക്കെ നമ്മുടെ പിതാക്കന്മാരൊക്കെ പഠിപ്പിച്ച പോലെ നമ്മൾ കാര്യങ്ങളൊക്കെ ആരെയും വെറുപ്പിക്കാതെ മാന്യമായി ആർക്കും ഉപദ്രവമൊന്നുമില്ലാതെ അങ്ങ് ജീവിച്ചാൽ പോരേ ബ്രദറേ? അല്ല കുഞ്ഞേ, ദൈവവചനത്തിൽ എന്ത് പണിയുന്നു അതാണ് പ്ലം ലൈൻ. തൂക്കുകട്ട എന്ന് പറയുന്ന ദൈവവചനമാണ്. അതിനനുസരിച്ച് വേണം പണിയാൻ. ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിഞ്ഞൂടൂ. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു കള്ള ബ്രദറായി മാറും, കള്ള പാസ്റ്ററായി ഞാൻ മാറും. അങ്ങനെ മാറാൻ എനിക്ക് ആഗ്രഹമില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും കർത്താവ് എന്ത് വചനത്തിൽ പറഞ്ഞിരിക്കുക അതെനിക്ക് പഠിപ്പിക്കാതിരിക്കാൻ പറ്റില്ല മക്കളെ. എനിക്കൊരു അപേക്ഷയുണ്ട്, ഇതെല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണേ. അങ്ങനെയെങ്കിൽ നമ്മൾ കുറ്റക്കാരാവില്ല. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് പല പ്രാവശ്യം ഒന്ന് കാണുന്നതും നോട്ട്സ് എഴുതി വെക്കുന്നതും നല്ലതായിരിക്കും. എല്ലായിടത്തും ഇപ്പോഴും ഒരുപക്ഷെ കേൾക്കാത്ത ചില കാര്യങ്ങളാണ് ഞാൻ ഈ ദിവസങ്ങളിൽ പറയുന്നത്. പ്ലീസ്.
എൻ്റെ സമയം ഏകദേശം തീരുകയാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു സാക്ഷ്യം കാണാം, അതിനുശേഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇദ്ദേഹത്തിൻ്റെ പേര് രാജൻ എന്നാണ്. ഓക്കെ, ഇദ്ദേഹം ഇവിടെ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ടാണ് വന്നത്. 20 വർഷത്തിലേറെയായി താൻ മദ്യപാനിയായിരുന്നു. മദ്യപാനം എന്ന് പറഞ്ഞാൽ അതില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതേ തുടർന്നാണ് തൻ്റെ ഭാര്യയും മക്കളും തന്നെ ഇട്ടേച്ച് പോയത്. ഇത് കഴിക്കാതിരുന്നാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭാര്യ എന്തെങ്കിലും ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് പോയിട്ട് രൂപയൊന്നും കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വല്ലാതെ ദേഷ്യം വരും. അപ്പോൾ ഒത്തിരി വഴക്കുണ്ടാക്കും, എന്നാൽ ഉപദ്രവമൊന്നുമില്ല. താൻ മദ്യപിച്ചിരുന്നത് തൻ്റെ കൂട്ടുകാരും ഒത്തിട്ടെല്ലാം മദ്യപിക്കുമായിരുന്നു, വെറുതെ മദ്യപിക്കും. കാരണം താനൊരു മേസൺ ജോലിയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഒത്തിരി ഈ സാധനം കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഒത്തിരി മദ്യപിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് താൻ കരുനാഗപ്പള്ളി ബ്ലെസ്സിങ് സെൻ്ററിനെ കുറിച്ച് അറിയാനിടയായി. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് എല്ലാ ഞായറാഴ്ചയും കരുനാഗപ്പള്ളി ബ്ലെസ്സിങ് സെൻ്ററിൽ പോകുമായിരുന്നു. എത്ര നാൾ മുമ്പാണ് അവിടെ കൊണ്ടിരുന്നത്? 2017. ഓക്കെ, അങ്ങനെ അവിടെ സ്ഥിരമായി പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ 2017 താൻ ഹോളി സ്പിരിറ്റ് സിനോഡിന് പങ്കെടുത്തു. അവിടെ പങ്കെടുത്തു. അപ്പോഴെല്ലാം തൻ്റെ ഈ മദ്യപാനത്തിൻ്റെ ഈ ശീലം പതുക്കെ പതുക്കെ കുറഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം പറയുന്നത് ഒരു 1.5 വർഷം മുൻപ് താൻ ഈ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുതൽ തനിക്ക് ലഭിച്ചു. 1.5 വർഷം മുൻപ്. അങ്ങനെ താൻ ഇവിടെ പുല്ലാട് വന്നു. പുല്ലാട് വന്നപ്പോൾ കരുനാഗപ്പള്ളി അവിടുത്തെ ശുശ്രൂഷകൻ്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു, കോഴഞ്ചേരിയിൽ നമുക്കൊരു ബ്ലെസ്സിങ് സെൻ്ററുണ്ട്, അവിടെ സ്ഥിരമായിട്ട് പോകണമെന്ന് പറഞ്ഞു. ബ്രദർ പറഞ്ഞു, ഞാനിപ്പോൾ കോഴഞ്ചേരി ബ്ലെസ്സിങ് സെൻ്റർ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് 20 വർഷമായിട്ടുള്ള ഈ മദ്യപാനം ഈ ബ്ലെസ്സിങ് സെൻ്ററുകളിലെല്ലാം പോകാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. മാത്രമല്ല, അതുപോലുള്ള ആ മദ്യത്തിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ തനിക്ക് ഛർദ്ദിക്കാൻ വരുമെന്നാണ് പറയുന്നു. അതുപോലുള്ള കൂട്ടുകെട്ടുകൾ വിട്ടു പൂർണ്ണമായിട്ടൊരു വിടുതൽ ലഭിച്ച സാക്ഷ്യമായിട്ടാണ് രാജൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഈ കഠിനാധ്വാനം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെടുന്നവർ എന്ന് വെച്ചാൽ കൽപ്പണി, മരപ്പണി തുടങ്ങിയ കെട്ടിട നിർമ്മാണ ജോലി രംഗത്തുള്ള അധികം ആളുകളും മദ്യപാനത്തിന് അടിമപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതികഠിനമായ ജോലിക്ക് ശേഷം പോയി മദ്യപിച്ച് വീട്ടിൽ പോകുന്നു. എനിക്കറിയാവുന്നത് മിക്കവാറും അങ്ങനെയുള്ളവർ തിങ്കളാഴ്ച ദിവസം ജോലിക്ക് പോകില്ല. കാരണം ശനിയാഴ്ച വൈകിട്ട് തുടങ്ങി ഞായറാഴ്ച മുഴുവനുമൊക്കെ മദ്യപിച്ച് പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ പറ്റാത്ത പരുവത്തിലായിരിക്കും. അവരുടെ ഭാര്യമാരും മക്കളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താ? അങ്ങനെ ഒരു വലിയ സാമൂഹിക വിപത്താണ് മദ്യപാനം. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ബ്ലെസ്സിങ് ടുഡേയുടെ ആരംഭം മുതൽ ഇതുവരെ നൂറുകണക്കിന് മദ്യപാനികളെ ദൈവം വിടുവിച്ച സാക്ഷ്യം കൃപയാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ചിലർ മദ്യപാനം നിർത്തിയ ശേഷം കുടുംബങ്ങൾ ഒരുമിച്ച് വന്ന് വളരെ സമാധാനത്ത് എന്തെല്ലാം കഴിഞ്ഞ നാളുകളിൽ നഷ്ടമായോ അതിൻ്റെ അനേക ഇരട്ടി സാമ്പത്തികമായും മറ്റു മേഖലകളിലും കർത്താവ് അവരെ അനുഗ്രഹിച്ച് നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു സാക്ഷ്യം കേട്ട ഈ ഒരു സമയം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? പത്തനംതിട്ട ജില്ലയിൽ മറ്റ് ജില്ലകളിൽ ഇതെവിടെ കേൾക്കുന്നു അവിടെയെല്ലാം മദ്യപാനത്താൽ തകർക്കപ്പെടുന്ന കുടുംബങ്ങൾ സ്വതന്ത്രമാകാൻ വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ ഒന്ന് കൈ ഉയർത്തിപ്പിടിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ സഹോദരനെ വിടുവിച്ച അതേ കർത്താവ്, ഞങ്ങൾ ഇത്രയും പേർ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ കൂടെ സ്വാതന്ത്ര്യം നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മദ്യപിച്ച് സുബോധം നഷ്ടപ്പെട്ട് അതിൽ അഡിക്റ്റായി സാമ്പത്തികമായും മറ്റ് മേഖലകളിൽ നഷ്ടം സഹിച്ച് കുടുംബങ്ങൾ തകർന്ന് മക്കൾ നാനാവിധമായി പ്രയാസത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ രക്ഷിക്കുവാൻ യേശുവേ അങ്ങ് കരം നീട്ടണമേ. അങ്ങ് രക്ഷകനാണല്ലോ, അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവച്ച കാര്യങ്ങൾ പല ആവർത്തി ഒന്ന് കാണണേ, ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണേ. ആ വചനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക, പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം എന്നതുപോലെ ആയിരിക്കുന്ന സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കും. ഈ ജോയിൻറ്റുകളിൽ വേദനയും നീരും സ്റ്റിഫ്നെസ്സുമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡബിൾ വിഷനുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുക. കണ്ണുകളുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന പലരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. അതുപോലെ ശരീരത്തിൽ നിന്നും ശരീരത്തിന് ആവശ്യമുള്ള പലതും ലീക്കായി പോകുന്നു. ഉദാഹരണത്തിന് പ്രോട്ടീൻ ലീക്ക്. അങ്ങനെ ശരീരത്തിൽ നിന്നും ആവശ്യമുള്ള പലതും ലീക്കായി പോകുന്ന അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. ഹാർട്ടിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. 1-2 പ്രാവശ്യം അസ്ഥി ഒടിഞ്ഞു, അതിനാലുള്ള പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ, ഒരുപക്ഷെ ചില ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ ആകാം, എന്നാൽ ഒരു സൗഖ്യ മേഖലയിൽ വരികയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ അവർക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ, സൗഖ്യമാകട്ടെ. പ്രയാസങ്ങൾ മാറിപ്പോയിട്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സാമ്പത്തിക വിടുതലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ലഭിക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. God bless you all. Bye-bye.